ഗ്രന്ഥം ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 1026 നമ്പർ ഹദീസ്, 1026 നമ്പർ ഹദീസ്, 3589 നമ്പർ ഹദീസ്, ഒരു ഹദീസ് ഉദ്ധരിക്കാം. എന്താണ് ഹദീസ്? നിങ്ങൾ ആലോചിക്കണം. അള്ളാന്റെ റസൂലിനെ പോലെയുള്ള മഹാന്മാരെ വിളിച്ചത് കൊണ്ട് മുശ്രിക്കാവോ? ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് അവൻ മുശ്രിക്കാകുമോ? മുഹിയുദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാൽ മുശ്രിക്കാകുമോ? നിങ്ങൾ നന്നായി പഠിക്കണം, മനസ്സിലാക്കണം, കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ ഉദ്ധരിക്കുന്നത്. ഞാൻ 1 by 1 കിതാബുകൾ ഇവിടെ ഉദ്ധരിക്കാൻ പോവുകയാണ്. ഈ കിതാബുകൾ മാത്രമല്ല, സമയക്കുറവ് കൊണ്ട് ഏതാനും ചില കിതാബുകൾ മാത്രമാ കൊണ്ടുവന്നത്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം, നിങ്ങൾ സത്യം ഗ്രഹിക്കണം. ഞങ്ങൾ ഈ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരാണ് സാധാരണക്കാരായ സുന്നികളെ പറ്റിക്കുന്നത്, ചതിക്കുന്നത്, അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് വഹാബി മൗലിമാർ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിക്ക്, നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ മുശ്രിക്കാകോ? മുഹിയുദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാൽ മുശ്രിക്കാകുമോ? ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ കാഫിറാകുമോ? ഞാൻ ഒരു ഹദീസ് നിങ്ങളെ മുന്നിൽ വെക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി ഈ സംഭവം ഉദ്ധരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് സംഭവം? അന്ന റജുലൻ ലരീറൽ ബസർ, കണ്ണ് കാണാത്ത ഒരു കുരുടനായ മനുഷ്യൻ, അതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബിന്റെ അടുത്തേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വരുന്നു. ആര്? കണ്ണ് കാണാത്ത കുരുടനായ മനുഷ്യൻ. എന്തിനാ വന്നത്? കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടണം എന്ന ഒറ്റ കാരണം കൊണ്ടിട്ടാ വന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വഹാബിന്റെ വിശ്വാസപ്രകാരം കണ്ണ് കാണാത്ത ആള് വന്നിരിക്കലോ അള്ളഹാനോട് ദ്വാരക്കണോ? അല്ലേ? അവൻ അള്ളഹാനോടല്ലേ, അദ്ദേഹം അള്ളഹാനോടല്ലേ ദ്വാരക്കേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ആ കാലഘട്ടത്തിലെ വൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങുകയല്ലേ ചെയ്യേണ്ടത്? അത് രണ്ടും ചെയ്യാതെ കണ്ണ് കാണാത്ത കുരുടനായ മനുഷ്യൻ മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാല, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉദു അല്ലാഹ അൻ യുആഫിയനി, ഓ നബിയേ, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയെ, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടണം. അപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മോനെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത് അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ഫദു, നബിയേ, തങ്ങൾ ദുആരക്കണേ നബിയേ, എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണം, തങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? ഫഅമറഹു അൻ യതവല്ലഅ ഫയുഹ്സിന വുളൂഅഹു, അതെ മോനെ, നീ വുളു എടുക്കണം, നന്നായി വുളു എടുക്കണം. എന്നിട്ട് നീ ചെയ്യണം എന്താണ്? വേറെ റിപ്പോർട്ടിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കണം വുളു എടുത്തിട്ട്. എന്നിട്ടോ അള്ളാന്റെ റസൂല് ആ സ്വഹാബിയോട് പറയാണ്, നീ ദുആ ചെയ്യണം. എങ്ങനെ ദ്വാരക്കണോ? എങ്ങനെ ദ്വാരക്കേണ്ടത്? അള്ളാന്റെ റസൂല് തന്നെ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിക്കൂ, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കൂ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വാക്കുകൾ എന്തായിരുന്നു? മുത്തുനബി ദുആരക്കാൻ പഠിപ്പിച്ച വാക്യങ്ങൾ എന്താണ്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബീക നബിർ റഹ്മാ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മിഡിൽമാൻ ആക്കുന്നു. കിതാബ് നോക്കിട്ടാ വായിക്കുന്നത്. നിന്നിലേക്ക് ഞാൻ മിഡിൽമാൻ ആക്കുന്നു. എന്തിനാ ഒരു മിഡിൽമാൻ അള്ളാന്റെയും ഈ കുരുടന്റെ നടുവില്? അല്ല പോരെ, അള്ളഹാനോട് ചോദിച്ചാ പോരെ? നടുവിൽ എന്തിനാ മുത്തുനബിനെ വെക്കുന്നത്? എന്തിനാണ് ഒരു മിഡിൽമാന്? നിന്നിലേക്ക് ഞാൻ മിഡിൽമാൻ ആക്കുന്നു, നിന്റെ നബിനെ കൊണ്ട്, നബിർ റഹ്മാ, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ മുത്തുനബി പഠിപ്പിക്കുകയാണ്. യാ മുഹമ്മദ്, ഓ നബിയേ.
എന്തിനാ കൂട്ടരെ റസൂലുള്ളാനെ വിളിക്കാൻ പഠിപ്പിക്കുന്നത്? എന്തിനാണ് റസൂലുള്ളാനെ വിളിക്കുന്നത്? റസൂലുള്ളാനെ വിളിക്കാനല്ലേ മുത്തനബി പഠിപ്പിച്ചത്? എന്തിനാണ് റസൂലുള്ളാനെ വിളിക്കുന്നത്? അള്ളാനല്ലേ വിളിക്കേണ്ടത്? യാ അല്ലാ, അള്ളാഹ്നല്ലേ വിളിക്കേണ്ടത്? യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാനല്ല, താജുൽ ഉലമയല്ല, ശംസുൽ ഉലമയല്ല, സുൽത്താനുൽ ഉലമയല്ല, സമസ്തയല്ല, കേരളത്തിലോ കർണാടകയിലോ ജീവിച്ച ഒരു പണ്ഡിതനുമല്ല. പഠിപ്പിച്ചു കൊടുത്തത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുത്ത് റസൂലുള്ള പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിനോട് നേരിട്ട് കാര്യം പറയാ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക, തങ്ങളെ ഞാൻ മിഡ്ൽമാനാക്കിയിരിക്കുന്നു ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, ലിത്തുഖുലാലി അല്ലെങ്കിൽ ലിതഖ്ലിയലി ഹാജതി, എന്റെ ആവശ്യം തങ്ങൾ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പൂർത്തിയായി കിട്ടാൻ തങ്ങളെ ഞാൻ മധ്യവർത്തിയാക്കിയിരിക്കുന്നു നബിയേ. റസൂലുള്ളാഹിനെ വിളിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹിന്റെ റസൂലിനെ വിളിക്കാൻ, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ അള്ളാഹുവിന്റെ ഹബീബാണ് ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, ബദരീങ്ങളെ വിളിക്കുന്നത്. ഷിർക്കാണെങ്കിൽ ഈ ഷിർക്കിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത ആള് മുഹമ്മദ് നബിയാണെന്നല്ലേ അർത്ഥം? റസൂലുള്ളാഹിനെ വിളിക്കാൻ മുഹമ്മദ് നബി അല്ലേ പഠിപ്പിച്ചു കൊടുത്തത് യാ മുഹമ്മദ് എന്ന്? ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഷിർക്ക് ചെയ്യാനാണോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്? ഷിർക്കാണെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കോ? ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ പറയും മൗലൈമാർ പറയുന്ന ഒരു ഉടായ്പുണ്ട്, അത് നബിന്റെ ജീവിത കാലഘട്ടത്തിലല്ലേ, നബിന്റെ ഹയാത്ത് കാലഘട്ടത്തിലല്ലേ അത് വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ അള്ളാഹിന്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചാൽ, ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്താൽ അത് ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രം ബാധകമല്ല, അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധകമാണ്. അതുകൊണ്ടാണ് ഈ ദിക്ർ അഥവാ ഈ ദുആഇനെ ഇമാമീങ്ങളായ ഇമാമീങ്ങളൊക്കെ കൊടുക്കുന്നത് എവിടെയാണ് അറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനിക്ക് ഒരു ആവശ്യം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കണം എന്ന നിലക്ക് ഒരു 2 റക്അത്ത് നിസ്കാരവും ആ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിക്കണം എന്ന നിലക്ക് ഒരു പ്രത്യേകമായ അധ്യായം കൊടുത്തിട്ടാണ് ഇമാമീങ്ങൾ രേഖപ്പെടുത്തുന്നത്. കേട്ടോ, ഈ ഗ്രന്ഥം ഏതാണ്? ഈ ഗ്രന്ഥം ഏതാണ്? ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. ഇമാം ഇബ്നു മാജ വഫാത്താകുന്ന ജനിക്കുന്നത് 207 വഫാത്താകുന്നത് 275 275 മരണപ്പെട്ടു പോയ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് ഇമാം ഇബ്നു മാജ. ഹദീസിന്റെ ഗ്രന്ഥമാണിത്. സുനൻ ഇബ്നു മാജ എന്ന ഹദീസിന്റെ കിതാബാണ്, സിഹാഹു സിത്തയിൽപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കാണാം. ഈ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കാണാം. ഒരു അധ്യായം, ആ അധ്യായത്തിന്റെ പേര് തന്നെ എന്താ? ബാബു മാ ജാഅ ഫീ സ്വലാത്തിൽ ഹാജ. എന്ത്? സ്വലാത്തുൽ ഹാജത്തിനെ സംബന്ധിച്ചുള്ള അധ്യായം. അഥവാ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക്, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും വന്നാൽ അവർ ചെയ്യേണ്ട കാര്യം ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇമാമീങ്ങൾ. എന്താ ചെയ്യേണ്ടത്? ഈ ഹദീസ് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാനാണ് ഇമാമീങ്ങൾ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, 1385 നമ്പർ ഹദീസായി ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തുന്നു. എവിടെ? ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വല്ല ആവശ്യം വരുമ്പോ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, വഫാത്തിന്റെ ശേഷവും മുത്ത് റസൂലുള്ളാഹി തങ്ങള് വിളിക്കാനാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ കിതാബിൽ മാത്രമാണോ അത്? 1-2 കിതാബൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കോ. ഇമാം ഹാഫിദ് മുൻദിരി, ഇമാം ഹാഫിദ് മുൻദിരിയുടെ ഗ്രന്ഥമാണ്. ഇമാം ഹാഫിദ് മുൻദിരി 581 ജനിച്ച് 656 വഫാത്തായ ഇമാം ഹാഫിദ് മുൻദിരി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊടുക്കുന്ന ഒരു അധ്യായം കാണാം. അത്തർഗീബു ഫീ സ്വലാത്തിൽ ഹാജ വദുആഇഹാ. സ്വലാത്തുൽ ഹാജ, നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യായം, അതിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന അധ്യായം. ഒരു മുസ്ലിമിനിക്ക് ഒരു മകളെ വിവാഹകാര്യമോ അല്ലെങ്കിൽ ഒരു രോഗമോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അവൻ എന്താ ചെയ്യേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്ന ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ദിക്ർ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രാർത്ഥന നടത്താൻ ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. ഹാഫിദ് മുൻദിരിയുടെ അത്തർഗീബ് തർഹീബ് എന്ന ഗ്രന്ഥത്തിന്റെ അതേ 1-ാം വാള്യം 483-ാം പേജ്. ഇനി തീർന്നില്ല. ഇതേത് ഗ്രന്ഥമാണ്? ഇമാം നൂറുദ്ദീൻ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഇമാം നൂറുദ്ദീൻ ഹൈതമി വഫാത്താകുന്നത് ഹിജ്റ 807 ഹിജ്റ 807 വഫാത്തായി പോയ ഇമാം മുഹദ്ദിഥീങ്ങളെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഹാഫിദ് നൂറുദ്ദീൻ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് കൊടുക്കുന്ന ഇവിടെ ബാബു സ്വലാത്തിൽ ഹാജ.
ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു ആവശ്യം വരുമ്പോ അവൻ ചെയ്യണം 2 റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹിനെ വിളിക്കണം. വഫാത്തായ റസൂലുള്ളാഹിനെ യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് എന്നിങ്ങനെ വിളിക്കാൻ ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാ. അവർക്കൊന്നും ശിർക്ക് മനസ്സിലായില്ല. വഫാത്തായി പോയവരെ വിളിച്ചാൽ ശിർക്കാകുമെന്ന നിങ്ങൾ ആശയം ഇമാമിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? എന്ന് കേട്ടോ, ഈ ഗ്രന്ഥത ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാർ, ആ കിതാബുൽ അദ്കാറിൽ കാണാം ബാബു അദ്കാരി സ്വലാത്തുൽ ഹാജ, സ്വലാത്തുൽ ഹാജത്തിന്റെ ദിക്റുകൾ പറയുന്ന അധ്യായം. ഇതായിരിക്കും അവരൊക്കെ പഠിപ്പിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇനി വരാനിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കൊക്കെയും പഠിപ്പിക്കുന്ന കാര്യമാ. ഒരു മനുഷ്യന് ആവശ്യം വരുമ്പോ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കണം. അപ്പോൾ മരണപ്പെട്ടു പോയ നബീനെയോ ബദരീങ്ങളെയോ അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിനെയോ ആ മഹാന്മാരെ വിളിച്ചാൽ ശിർക്കാകുമെങ്കിൽ ഈ ഇമാമിങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല, അവർക്കൊന്നും മനസ്സിലായില്ല, അവർക്കൊന്നും ഖുർആൻ തിരിഞ്ഞില്ല. അതാണ് നേരത്തെ സക്കരിയ സലായി ചോദിച്ചത്, 13 നൂറ്റാണ്ടിലെ ഇമാമിങ്ങൾക്കൊന്നും ഖുർആൻ തിരിഞ്ഞില്ലയാ.